നമസ്കാരം എല്ലാ പൊതുജനങ്ങളോടും. 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പൊതുജനം കയ്യ് പൊതിച്ച് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 100% തൊഴിൽ സ്ഥാപനം, വയസ്സന്മാർക്ക് 25,000 രൂപ പെൻഷൻ, അതുപോലെ തന്നെ വീട്ടമ്മമാർ ഭർത്താവുള്ള വീട്ടമ്മക്ക് 2,000 രൂപ ശരിക്കും ഭർത്താവിനെ കാണിക്കണം. അതുപോലെ ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള വീട്ടമ്മക്ക് 5,000 രൂപ കിട്ടും. അതുമാത്രമല്ല, ഇവർക്ക് 2-3 മണിക്കൂർ പുറത്ത് ജോലി ചെയ്യാനുള്ളൊരു അവസരവും ഉണ്ടാക്കും. 100% എല്ലാവർക്കും ജോലി. അതുപോലെ എല്ലാവർക്കും സർക്കാർ ജോലി അല്ല കേട്ടോ, പ്രൈവറ്റ് പുതിയ കമ്പനികൾ കൊടുത്തിട്ട് ഇതൊക്കെ 10 കൊല്ലം കൊണ്ടേ നടപ്പിലാവുള്ളൂ. അത് ശരിക്കും കേൾക്കണം. വെട്ടിമുറിച്ച് ഓരോന്ന് പറയരുത്. പിന്നെ റോഡുകളാണ് നമ്മളുടെ നാട്ടിൽ തീരില്ലാത്തത്. അതായത് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അതിന് റോഡ് 95 മീറ്റർ വീതിയുള്ള, പിന്നെ ഒരുവിധം മേഖലയിലേക്കൊക്കെ റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ ഉള്ള റോഡ് ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഈ 10 വർഷം കൊണ്ട് ഒരുവിധമൊക്കെ ഞാനങ്ങനെ ശരിയാക്കി വിടാം. അതുപോലെ നടപ്പാതകൾ, അതായത് എല്ലാ ടൗണിലും റോഡ് മുറിഞ്ഞു കൊടുക്കാനുള്ള മുകളിൽ കൂടുള്ള പിന്നെ സ്റ്റീലിൻ്റെ പാലങ്ങൾ, അത് വണ്ടി കയറാനുള്ള എല്ലാ ആളുകൾക്ക് നടക്കാനുള്ള, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്വയം പര്യാപ്തത എന്നൊരു സംവിധാനം ടെക്നോളജി മേഖലയിൽ കൊണ്ടുവരും. ഞാൻ BJPയുടെ തന്നെയാണ് വരിക. ഞാൻ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, സുരേഷ് ഗോപി സാറ് എന്ന് തന്നെയാണ് പറയുക. അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കും. അതുപോലെ രേഖകളിലും കാര്യങ്ങളും അങ്ങനെ തന്നെ. പിന്നെ കള്ളത്തരം ചെയ്യാൻ വേണ്ടി ആരും നിൽക്കരുത്, കൊലപാതകങ്ങൾ നിൽക്കരുത്. പിന്നെ ശക്തമായ നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെ ശമ്പളവും മറ്റുള്ളതൊക്കെ മറു സൈഡിലേക്ക് എടുത്തു കൊടുക്കും. അത് ഒരാളുടെ മാത്രമല്ല, അവരുടെ വീട് പറമ്പ് ഉൾപ്പെടെ എടുത്തിട്ട് മറ്റവർക്ക് കൊടുക്കും. ജോലിയിൽ വീഴ്ച പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ, ഒരാളൊരു അപേക്ഷ കൊടുത്താൽ പിന്നെ പരമാവധി 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കൃത്യമായ മറുപടി ഉണ്ടായിരിക്കും. 24 മണിക്കൂർ നേരം കൊണ്ട് വീട്ടിലെത്തിക്കണമെന്നാണ് എൻ്റെ തീരുമാനം. 24 മണിക്കൂർ നേരം കൊണ്ട് 2 വിരലടയാളം വെച്ച് മൊബൈൽ നമ്പർ പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമുള്ള ഏത് രേഖയാണോ അത് വീട്ടിലേക്ക് എത്തും. അതിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടുമ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലാണ് കാര്യങ്ങളുണ്ടാകുന്നത്. അതായത് പണ്ടൊക്കെ കോർപ്പറേഷനിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 2000 കൊല്ലം കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കില്ല. മാർക്കറ്റ് ഫെയറിൻ്റെ നിയമം അതാണ്. അതേമാതിരി തൊഴിൽ ചെയ്യുന്ന കമ്പനിക്ക് ലൈസൻസ് കിട്ടില്ല. അതൊക്കെ ഞാൻ തിരുത്തും. അപ്പോൾ തിരുത്താൻ നിങ്ങളുടെ എല്ലാവരെയും കൈ പൊതിച്ച് സഹായം ചെയ്യണം. ഞാൻ BJP തന്നെ വരിക. അതിന് തർക്കമൊന്നും വിചാരിക്കണ്ട, BJP തന്നെയാണ്. അതിന് തർക്കമൊന്നും വിചാരിക്കണ്ട, ഒരു തർക്കം ഉണ്ടാവില്ല. ഞാനിരിക്കുന്നത് നിങ്ങൾ സ്വന്തം എനിക്ക് ഒറ്റയ്ക്ക് വോട്ട് ചെയ്തിട്ട് വരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറില്ല. ഞാൻ എവിടെ ഇറങ്ങില്ല. ഇത്തവണ കേരള എലക്ഷൻ കഴിച്ചോടുകൂടെ ഞാൻ ഈ വാക്കുകളൊക്കെ നിർത്തും. മാത്രമല്ല, ഒരു കാര്യം ഇറങ്ങിയിട്ട് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇറങ്ങില്ല. എന്നോടൊന്നും പറഞ്ഞിട്ട് വരണ്ട, നടക്കില്ല. മനസ്സിലായില്ലേ? എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? ജനങ്ങൾക്ക് വേണ്ട പിന്നെ എന്തിനാ എനിക്ക്? അതുപോലെ ഞാൻ ഇതുവരെ എൻ്റെ ഒരു കേസ് ഇതുവരെ പോലീസുകാരും കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 കൊല്ലം ഭരിച്ചിട്ട് ന്യായമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇനി ചെയ്യാനുള്ള 10,000 കൊല്ലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ 10,000 കൊല്ലം ലീഗുകാർ ഭരിച്ചാലും ഇവിടെ ഒന്നും ചെയ്യില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസ്സുകാർക്കും അറിയില്ല. അതിനൊന്നുള്ള നട്ടലും ഒന്നവരില്ല, തന്തയില്ലാത്തവരാ ശരിക്കും. അപ്പം ഞാനത് വെറുതെ പറയുന്നതൊന്നുമല്ല. ലീഗുകാരും മുസ്ലിം മത പണ്ഡിതന്മാർ എൻ്റെ അഭിപ്രായത്തിലാണ് പറയുന്നത്. ഞാൻ മറ്റുള്ളവരൊന്നും പറഞ്ഞ കാര്യമില്ല. അവർക്ക് ബുദ്ധി വിവരം മനുഷ്യനെന്താണെന്ന് അറിയാൻ ആദ്യം തിരുവനന്തപുരത്തെ മേയർ അയാളുടെ കക്കൂസിലെ തീട്ട കുറച്ച് കൊടുത്തിട്ട് പാലക്കാട് തങ്ങളും അതുപോലെ മതപണ്ഡിതന്മാരും എല്ലാ പള്ളികളും വെച്ച് കലക്കി കുടിക്കണം, കലക്കിയിട്ട് ഫുള്ളായിട്ട് തെളിക്കണം. അതായത് അത്രയെങ്കിലും വിവരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം മതപണ്ഡിതന്മാരുടെ സീറ്റിലൊക്കെ പട്ടി കയറിയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. വിവരമില്ല ഒരെണ്ണത്തിനും വിവരമില്ല.
ഒരു തകരാറുണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് പോലും അറിയുന്ന ഒരു മതപണ്ഡിതനും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ നിർമ്മാണം. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ കഴിഞ്ഞാലുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സമ്മതിക്കാതിരുന്നാൽ ശരിയാവില്ല. അപ്പം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ വേണ്ടത് തൊഴിൽ സ്ഥാപനങ്ങളാണ്. അതിപ്പോൾ ഈ ഇരിക്കുന്ന പോലെ ആരും വന്നാലും കൊണ്ടുവരാൻ സാധ്യതയില്ല. മനസ്സിലായില്ലേ? ഇവരാരും അത് കൊണ്ടുവരില്ല. അവരൊക്കെ സ്ഥാനത്ത് കയറിയാൽ മറ്റുള്ളവരെ പരാതി തീർക്കാൻ നടക്കുള്ളൂ. അത് പോരാ. നിങ്ങളുടെ സപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ടോ എന്ന് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് കൃത്യമായിട്ട് ഇടണം. എല്ലാ പൊതുജനങ്ങളും കമൻറ്റ് ഇടണം. ഞാൻ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, വട്ടാണ് പിരാന്താണെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നു. മനസ്സിലായില്ലേ? അതുണ്ടെങ്കിൽ രേഖ വേണം. രേഖ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ടോ? ഞാനിൻ്റെ ഓർമ്മയിൽ ഇതുവരെ കളവ്, കൊലപാതകം, മയക്കുമരുന്ന് ഉപയോഗം, മദ്യപാനം ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഉണ്ടാവും? അത് നിങ്ങളൊന്ന് കണക്കൂട്ടുക. അസ്സലാമു അലൈക്കും.